Now let us begin a new chapter, that is coordination compounds. Coordination compounds is otherwise known as complex compounds. So there is a difference between double salt and complex salt. So double salt, complex salt, what is the difference? Both double salt as well as complexes are formed by the combination of two or more stable compounds in stoichiometric ratio. ഡബിൾ സോൾട്ടുകളും കോംപ്ലക്സ് സോൾട്ടുകളും ഫോം ചെയ്യുന്നത് രണ്ടോ അതിലധികമോ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ഓഫ് റിയേജൻറ്റ്, അതായത് എക്സസും ഉണ്ടാകത്തില്ല, എക്സസ് റിയേജൻസും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് റിയേജൻസും ഉണ്ടാകത്തില്ല. ഒപ്റ്റിമം എമൗണ്ട് ഓഫ് റിയേജൻസ് ഉപയോഗിച്ച് റിയാക്ഷൻ നടത്തുന്നു. അതാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞത്. സോ രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ്, സ്റ്റേബിളായിട്ടുള്ള കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും കിട്ടുന്നത്. സോ രണ്ടിൻ്റെയും സിമിലാരിറ്റി എന്ന് പറയുന്നത് അതാണ്. ദറ്റ് ഈസ് ഫോംഡ് ബൈ ദ combination of two or more stable compounds. But they differ in the fact that double salt such as carnallite, more salt, potash alum, etc. dissociate into simple ions completely when dissolved in water. Double saltകൾ എക്സാമ്പിൾ കാർണലൈറ്റ്, മോൾ സോൾട്ട്, പൊട്ടാഷ് ആലം. സോ മോൾ സോൾട്ട് ഒരു പക്ഷേ ഇറ്റ് ഈസ് ഫെമിലിയർ ടു യു. ഫെറസ് അമോണിയം സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും കോമ്പിനേഷനാണ്. സോ ദീസ് സോൾട്ട്സ് ആർ ഹൈഡ്രേറ്റഡ് ഇൻ നേച്ചർ ഓൾസോ, അതായത് വാട്ടർ മോളിക്യൂൾസ് ഓൾസോ അറ്റാച്ച്ഡ് വിത്ത് ദം. സോ വാട്ടർ മോളിക്യൂൾസും ഉണ്ട്. ഫെറസ് സൾഫേറ്റും അമോണിയം സൾഫേറ്റും ചേർന്നാണ് മോൾ സോൾട്ട് എന്ന് പറയുന്നത്. സോ അതൊരു ഡബിൾ സോൾട്ടാണ്. സോ ആ ഡബിൾ സോൾട്ടിൻ്റെ പ്രത്യേകത ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു സിമ്പിൾ അയോൺസ് കംപ്ലീറ്റ്ലി വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ. അക്യൂസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് സിമ്പിൾ അയോൺസായിട്ട് മാറുന്നു. അതായത് സിമ്പിൾ അയോൺസ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇപ്പം എക്സാമ്പിൾ പറയുന്ന മോൾ സോൾട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് FeSO4ഉം NH4 ട്വൈസ് SO4ഉം വാട്ടർ മോളിക്യൂൾസുമാണ് ഉള്ളത്. സോ FeSO4 എന്ന് പറയുമ്പോൾ അയണിൻ്റെ അയോൺസ്, അല്ലെങ്കിൽ സൾഫേറ്റ് അയോൺസ്, അമോണിയം അയോൺസ്, ദെൻ വാട്ടർ, അത്രയുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നു. ഓരോരോ സിമ്പിൾ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നു ഇൻ ദ കേസ് ഓഫ് ഡബിൾ സോൾട്ട്. ഹൗവർ കോംപ്ലക്സ് അയോൺസ് സച്ചസ് FeCN6 4- of K4FeCN6 do not dissociate into Fe2+ and Cn- ions. സോ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന K4FeCN6 എന്ന് പറയുന്നത്. സോ K4FeCN6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സോൾട്ട്, ആ കോംപ്ലക്സിനകത്ത് FeCN6 എന്ന് പറയുന്നത് അത്രയും പാർട്ട്, അതായത് FeCN6 4- എന്ന് പറയുന്ന അത്രയും പാർട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ദാറ്റ് വിൽ നോട്ട് ഡിസോസിയേറ്റ് ഇൻ ടു Fe2+ ആൻഡ് Cn-, അതായത് സിമ്പിൾ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നില്ല. അതാണ് കോംപ്ലക്സ് അയോണിൻ്റെ പ്രത്യേകത. സോ കോംപ്ലക്സ് പാർട്ട് ഉണ്ട് ഈ കോംപ്ലക്സ് കോമ്പൗണ്ടിനകത്ത്. സോ K4FeCN6 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോംപ്ലക്സ് കോമ്പൗണ്ട് ഓർ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ആ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ ഈ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്ന ആ പാർട്ടാണ് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്, അതായത് FeCN6 4-. ആ കോംപ്ലക്സ് അയോണിക് പാർട്ട് എന്ന് പറയുന്നത് that will not dissociate into simpler ions. അതിനകത്ത് FeCN6ൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ Fe2+ഉം Cn- അയോണുമായിട്ടാണ് മാറേണ്ടത്. സിമ്പിൾ അയോൺസ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് അയോൺ. പക്ഷേ ഡബിൾ സോൾട്ടുകളുടെ കേസിൽ അതിനകത്തുള്ള എല്ലാ സിമ്പിൾ അയോൺസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നു. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. Then comes some definitions of some important terms pertaining to coordination compounds. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ എൻറ്റിറ്റി. എ കോർഡിനേഷൻ എൻറ്റിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ബോണ്ടഡ് ടു എ ഫിക്സഡ് നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ, COCl3NH3 thrice is a coordination entity in which the cobalt ion is surrounded by 3 ammonia molecules and 3 chloride ions. Other examples are also given. So you look at the first example. There you can see there is a metal atom or a metal ion. So ഈ കേസിൽ കൊബാൾട്ട് എന്ന് പറയുന്ന
ഒരു അയോണിനെ നമുക്ക് കാണാൻ പറ്റും. ആ കൊബാൾട്ട് അയോണിൻ്റെ കേസിൽ, അല്ലെങ്കിൽ കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റലാണ് അവിടെയുള്ളത്. ആ മെറ്റലിനോട് ചേർന്ന് ക്ലോറൈഡ് മോളിക്യൂൾസും അമോണിയ മോളിക്യൂൾസും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. സോ ക്ലോറൈഡ് മോളിക്യൂൾസും അമോണിയ മോളിക്യൂൾസും ഈ കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റലിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു. സോ അത്രയും പാർട്ട്, അതായത് ആ മെറ്റൽ ആറ്റത്തിന് അല്ലെങ്കിൽ മെറ്റൽ അയോണിന് പറയുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. സോ ആ സെൻട്രൽ മെറ്റലിൻ്റെ കൂടെ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഓർ ഫിക്സഡ് നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ് വിൽ ബി അറ്റാച്ച്ഡ്. സോ ആ മുഴുവൻ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആ മുഴുവൻ എൻറ്റിറ്റിയെയും പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി. സോ അതർ എക്സാമ്പിൾസ് ആർ ഓൾസോ ഗിവൺ. ആ എക്സാമ്പിൾസിനകത്തെല്ലാം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കാണാം ഒരു മെറ്റൽ ഉണ്ടായിരിക്കും. സോ നിക്കൽ എന്ന് പറയുന്ന മെറ്റലുണ്ട്, ദെൻ പ്ലാറ്റിനം, അയൺ, കൊബാൾട്ട്. സോ അത്രയും മെറ്റൽസിനാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചിലപ്പോൾ അയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോളിക്യൂൾസ് ആവും. സോ അയോൺസോ മോളിക്യൂൾസോ ഈ മെറ്റലിനോട് അറ്റാച്ച് നിൽക്കുന്നുണ്ട്. സോ അത്രയും ആ മെറ്റലും അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ എല്ലാം കൂടെ ചേർന്നുള്ള ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തെ ആ മുഴുവൻ എൻറ്റിറ്റിയെയും കൂടെ പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന്. സോ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് മാത്രം, ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തെ ആ മുഴുവൻ എൻറ്റിറ്റിയെയും പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ സെൻട്രൽ ആറ്റം ഓർ അയോൺ. ഇൻ എ കോർഡിനേഷൻ എൻറ്റിറ്റി, ദ ആറ്റം ഓർ അയോൺ ടു വിച്ച് എ ഫിക്സഡ് number of ions or groups are bound in a definite geometrical arrangement around it is called a central atom. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദർ ഇസ് എ സെൻട്രൽ ആറ്റം, അതൊരു സെൻട്രൽ മെറ്റൽ ആറ്റം ആയിരിക്കും. ആ മെറ്റൽ ആറ്റം അതിനോട് ചേർന്നാണ് അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ഇതിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. അതൊരു പ്രത്യേക ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റിലായിരിക്കും ഈ സെൻട്രൽ ആറ്റത്തിനോട് ചേർന്ന് മറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മറ്റ് അയോൺസ് നിൽക്കുന്നത്. So for example, the central atom in the coordination entities which is given as nickel, cobalt, iron. So here Ni2 plus CO3 plus Fe3 plus ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഓക്സിഡേഷൻ നമ്പറുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. എന്തായാലും നിക്കൽ, കൊബാൾട്ട്, അയൺ ഈ ഒരു മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ ഈ മെറ്റൽസാണ് ഇവിടെ ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയിലുള്ളത്. സോ ദീസ് സെൻട്രൽ ആറ്റംസ് ഓർ അയോൺസ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ലൂയിസ് ആസിഡ്സ്. സോ ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. സോ ലൂയിസ് ബേസിൻ്റെ ഓപ്പോസിറ്റാണ്. സോ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നതാണ്. സോ ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത്. സോ ഇവിടെ ഈ സെൻട്രൽ ആറ്റമാണ്, ഈ സെൻട്രൽ മെറ്റലാണ് ആക്ച്വലി ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത് എവിടെ നിന്നായിരിക്കും? അതിനോട് ചേർന്ന് നിൽക്കുന്ന, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അവർ തമ്മിലുള്ള ബോണ്ടിങ്. സോ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത് അവിടെ നിന്ന് ആ മെറ്റലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അയോൺസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഈ സെൻട്രൽ ആറ്റത്തെ, ഈ സെൻട്രൽ മെറ്റലിനെ നമുക്ക് ലൂയിസ് ആസിഡായിട്ട് കൺസിഡർ ചെയ്യാം. Then comes ligands, another important term used in coordination compound, that is ligands. So the ions or molecules bound to the central atom. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെൻട്രൽ അയോൺ ഉണ്ടെന്ന് പറഞ്ഞു. ആ മെറ്റലിനോട് ചേർന്ന് നിൽക്കുന്ന അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആ അയോൺസിന് പറയുന്ന പേരാണ്, ആ കോർഡിനേഷൻ എൻറ്റിറ്റിക്കകത്ത് നിൽക്കുന്ന ആ മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ലിഗാൻഡ്സ്. ദീസ് മേ ബി സിമ്പിൾ അയോൺസ് സച്ച് എസ് Cl minus, സ്മോൾ മോളിക്യൂൾസ് സച്ച് എസ് H2O ഓർ NH3. ഇപ്പം നമ്മൾ പല കേസിലും NH3 കണ്ടു, അല്ലെങ്കിൽ H2O കണ്ടു. അതുപോലെ അതിനെ നമുക്ക് സ്മോൾ മോളിക്യൂൾസായിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ ചില കേസിൽ നമ്മൾ Cl എന്നുള്ളത് കണ്ടു, അതായത് ക്ലോറൈഡ് കണ്ടു, സയനൈഡ് കണ്ടു. സോ അങ്ങനെ വരുമ്പോൾ അതൊക്കെ അയോൺസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അയോൺസും ഉണ്ടാകാം, മോളിക്യൂൾസും ഉണ്ടാകാം. ലാർജർ മോളിക്യൂൾസ് സച്ച് എസ് NH2, CH2, CH2, NH2, അതായത് എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ലാർജർ മോളിക്യൂൾസും ഉണ്ടാവും. ഓർ ഈവൻ മാക്രോ മോളിക്യൂൾസ് സച്ച് എസ് പ്രോട്ടീൻസ്, അതൊക്കെ ലിഗാൻഡ്സ് ആയിട്ട് വരാം. സോ ആ ലിഗാൻഡ്സ് ആയിരിക്കും തീർച്ചയായിട്ടും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. സോ മെറ്റൽ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ മെറ്റലിൻ്റെ ചുറ്റും നിൽക്കുന്ന
ആ ഒരു ഗ്രൂപ്പ് ക്ലോറൈഡോ അല്ലെങ്കിൽ അയോഡൈഡ് അല്ലെങ്കിൽ സയനൈഡ് എന്നൊക്കെ പറയുന്ന അയോൺസ് അല്ലെങ്കിൽ വാട്ടർ, അമോണിയ പോലെയുള്ള മോളിക്യൂൾസ്, അത്തരത്തിലുള്ള മോളിക്യൂൾസ് അതിനെയെല്ലാം ചേർത്താണ് നമ്മൾ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അത് ചെറുതാവാം വലുതാവാം. When a ligand is bound to a metal ion through a single donor atom as Cl minus H2O or NH3, the ligand is said to be unidentate. So ഒരു ലിഗാൻഡ് ഈ മെറ്റലിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് ഒരു ഡോണർ ആറ്റം ആയിരിക്കും. ഇപ്പം Cl മൈനസിൻ്റെ കേസിൽ Cl മൈനസ് എന്ന് പറയുന്ന ഒരു ആറ്റമേ ഉള്ളൂ. അപ്പോൾ Cl മൈനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഇസ് എക്സസ് ഇലക്ട്രോൺ. സോ ആ ഇലക്ട്രോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ആ മെറ്റലിന് കൊടുത്താണ് അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. സോ Cl മൈനസിൻ്റെ കേസിൽ ഒരാറ്റമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സിംഗിൾ ഡോണർ ആറ്റം മാത്രമേ ഉള്ളൂ. അതേസമയം H2Oയുടെ NH3യുടെ കേസിൽ ദർ ആർ ഡിഫറെൻ്റ് ആറ്റംസ്. H2Oയുടെ കേസിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഓക്സിജനിലാണ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഓക്സിജൻ ആയിരിക്കും ഇലക്ട്രോണിനെ കൊടുക്കുന്നത് മെറ്റലിന്. NH3യുടെ കേസിൽ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. പക്ഷേ നൈട്രജൻ ആയിരിക്കും ഇലക്ട്രോൺസിനെ ഈ മെറ്റലിന് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ വരുന്നത് ഒരു ഡോണർ ആറ്റം. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു സിംഗിൾ ഡോണർ ആറ്റമാണ് ഇവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. ഇപ്പോൾ Cl മൈനസിൻ്റെ കേസിൽ Cl മൈനസ് Cl ഇറ്റ് സെൽഫ്. H2Oയുടെ കേസിൽ ഓക്സിജൻ എന്ന് പറയുന്ന ആ ആറ്റമാണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. പക്ഷേ ഒരു ആറ്റമേ കൊടുക്കുന്നുള്ളൂ. NH3യുടെ കേസിൽ എന്നുമുണ്ട് എച്ചുമുണ്ട്. എന്നാൽ നൈട്രജൻ ആയിരിക്കും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. പക്ഷേ ഒരു ആറ്റമേ ഇലക്ട്രോണിനെ കൊടുക്കുന്നുള്ളൂ. സോ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിനെ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ദാറ്റ് ലിഗാൻഡ് ഈസ് സെറ്റ് ടു ബി യൂണിഡെൻറ്റേറ്റ്. When a ligand can bind through two donor atoms as in ethane 1,2-diamine, അതായത് NH2 CH2 CH2 NH2. സോ ഈഥെയ്ൻ 1,2-ഡയമീൻ അല്ലെങ്കിൽ എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓക്സലേറ്റ് C2O4 2-. സോ 2- എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 2 സെറ്റ് ഇലക്ട്രോൺസ് വരും. സോ 2 സെറ്റ് ഇലക്ട്രോൺസ് കാണും. അപ്പോൾ ആ 2 സെറ്റ് ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ ഈഥെയ്ൻ 1,2-ഡയമീൻ്റെ കേസിൽ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. സോ 2 നൈട്രജൻ ആറ്റംസിനും ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡോണർ ആറ്റംസ് അവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ടുണ്ട്. ഓക്സലേറ്റിൻ്റെ കേസിലും 2 ഓക്സിജൻ O- എന്ന് പറയുന്ന അയോൺ അവിടെ ഉണ്ട്. അവിടെ വരുമ്പോൾ 2 ഡോണർ ആറ്റംസ് വരുന്നു. എനിവേ 2 ഡോണർ ആറ്റംസ് ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലിഗാൻഡ് ഈ മെറ്റലിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് 2 ഡോണർ ആറ്റംസ് വഴിയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ലിഗാൻഡ് ഈസ് സെറ്റ് ടു ബി ഡൈഡെൻറ്റേറ്റ് ligand. And when several donor atoms are present in a single ligand, the ligand is said to be polydentate. അതിന് എക്സാമ്പിളാണ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് EDTA എന്ന് പറയും. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ്. ഇറ്റ് ക്യാൻ ബൈൻഡ് ത്രൂ 2 nitrogen and 4 oxygen atoms to a central metal atom or metal ion. ഈ കേസിൽ നിങ്ങൾക്ക് ഇവിടെ EDTA അവിടെ വരച്ചിട്ടുണ്ട്. ആ EDTA അതിൻ്റെ ഫോർമുല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 നൈട്രജൻ ആറ്റംസും വരുന്നുണ്ട്. ദെൻ CH2CO- CH2CO- എന്നുള്ളത് 4 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഓക്സിജനിൽ 4 O- എന്നുള്ള ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. സോ 4 O-, അപ്പം 4 സൈറ്റുകൾ അവിടെ തന്നെ, 4 ഡോണർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നൈട്രജൻ്റെ കേസിൽ 2 എണ്ണം ഉണ്ട്. സോ നൈട്രജനും ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആകെ 6 ഡോണർ ആറ്റംസ് ഈ ഒരു ലിഗാൻഡിൻ്റെ കേസിൽ വരുന്നുണ്ട്. സോ ഇതൊരു ലാർജർ ലിഗാൻഡാണ്. അതുകൊണ്ട് ഇതിനെ ഒന്നുകിൽ പോളിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് 6 എണ്ണം ഉള്ളതുകൊണ്ട് അതിനെ ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയാം. സോ ഈ ഒരു 6 സൈറ്റിൽ കൂടെയാണ് അല്ലെങ്കിൽ 6 ഡോണർ ആറ്റംസ് ഉപയോഗിച്ചാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ ഈ ലിഗാൻഡ് അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. When a di or polydentate ligand uses its 2 or more donor atoms to bind a single metal ion, it is said to be a chelate ligands. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് 2-3 എണ്ണം കണ്ടു കിലേറ്റ് ലിഗാൻസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഡൈ ആയിരിക്കണം അല്ലെങ്കിൽ ഓർ മോർ. അപ്പം ആദ്യം കണ്ട ക്ലോറൈഡ് H2O NH3 എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു
ഡോണർ ആറ്റമേ ഉള്ളൂ. സോ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നു. അതായത് ഈഥെയ്ൻ 1,2 ഡയമീനകത്ത് 2 എണ്ണം ഉണ്ട്, ഓക്സലേറ്റിനകത്ത് 2 എണ്ണം ഉണ്ട്, അതുപോലെ EDTA-ക്കകത്ത് 6 എണ്ണമുണ്ട്. സോ ഇതെല്ലാം ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉപയോഗിച്ചാണ് ഒരു മെറ്റൽ അയോണിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലിഗാൻസിനെല്ലാം കൂടെ പറയുന്ന പേരാണ് കിലേറ്റ് ലിഗാൻസ് എന്ന് പറയും. സോ ദ നമ്പർ ഓഫ് സച്ച് ലിഗേറ്റിംഗ് ഗ്രൂപ്പ്സ് ഈസ് കോൾഡ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിഗാൻഡ്. സോ എത്ര ഡോണർ ആറ്റംസ് ആണ് ഉള്ളത് എന്നതനുസരിച്ച് നമ്മൾ ഡെൻസിറ്റി തീരുമാനിക്കും. എന്ന് വെച്ചാൽ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി 1 ആയിരിക്കും. ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ 2 ഡോണർ ആറ്റംസ് ആയിരിക്കും ഉള്ളത്, അതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി 2 ആയിരിക്കും. സോ എത്ര ലിഗേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അനുസരിച്ചാണ് ഡെൻസിറ്റി തീരുമാനിക്കുന്നത്. സച്ച് കോംപ്ലക്സസ് കോൾഡ് കിലേറ്റ് കോംപ്ലക്സസ് ടെൻഡ് ടു ബി മോർ സ്റ്റേബിൾ ദാൻ സിമിലർ കോംപ്ലക്സസ് കണ്ടെയ്നിങ് യൂണിഡെൻഡേറ്റ് ലിഗാൻസ്. സോ കിലേറ്റിംഗ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്, ആ ഒരു കോംപ്ലക്സിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതൊരു റിംഗ് സ്ട്രക്ചർ പോലെ റിംഗ് ഫോമിലായിരിക്കും നിൽക്കുന്നത് കിലേറ്റിംഗ് ഉണ്ടെങ്കിൽ. കാര്യം ആ ഒരു മെറ്റലിനെ ചുറ്റും ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നൊരു രൂപത്തിലായിരിക്കും ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കിലേറ്റിംഗ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ മറ്റ് ലിഗാൻഡുള്ള അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ് ലിഗാൻഡുള്ള ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിനെക്കാട്ടിലും സ്റ്റേബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം 2 കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ട് വിച്ച് ഈസ് സ്റ്റേബിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് കിലേറ്റിംഗ് ലിഗാൻഡ് ഉണ്ടോ. കിലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് വരുന്ന ലിഗാൻഡ്സ് ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അതായിരിക്കും മോർ സ്റ്റേബിൾ. ദെൻ ലിഗാൻഡ്സ് വിച്ച് ക്യാൻ ലിഗേറ്റ് ത്രൂ 2 ഡിഫറെൻറ്റ് ആറ്റംസ് ഈസ് കോൾഡ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. സോ ഒരു ലിഗാൻഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആറ്റംസ് വഴി മെറ്റൽ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ് ഓഫ് സച്ച് ലിഗാൻഡ്സ് ആർ NO2-. സോ NO2- എന്ന് പറയുമ്പോൾ N വെച്ച് വേണമെങ്കിലും മെറ്റൽ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്യാം, കാര്യം അവിടെയും ഇലക്ട്രോൺസ് ഉണ്ട്. O വെച്ച് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം, അവിടെയും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2 സൈഡിൽ കൂടെയും ലിഗാൻഡിൻ്റെ 2 സൈഡും ബോത്ത് സൈഡ്സ് ആർ യൂസ് ടു ലിഗേറ്റ് ദാറ്റ് മെറ്റൽ അയോൺ. സോ മെറ്റൽ അയോണിനൊപ്പം അതിനാണ് ഇവിടെ 2 ഫിഗേഴ്സ് വെച്ചിരിക്കുന്നത്. അത് NO2-നകത്ത് ഓക്സിജനാണ് M എന്ന് പറഞ്ഞാൽ മെറ്റൽ, ആ മെറ്റലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് പറയുമ്പോൾ അതിന് നമ്മൾ നൈട്രൈറ്റോ O എന്ന് പറയും. ഇനിയും നൈട്രൈറ്റോ N എന്ന് പറഞ്ഞാൽ N എന്ന് പറയുന്ന ആറ്റമായിരിക്കും മെറ്റലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ നൈട്രോ എന്ന് പറയുന്ന NO2 എന്ന് പറയുന്ന ആ ഒരു സെയിം ലിഗാൻഡ് തന്നെ 2 സൈഡും ഉപയോഗിക്കുന്നു അറ്റാച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് അതിനെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ ഇസ് SCN-. എന്ന് പറയുമ്പോൾ SCN എന്നാണെങ്കിൽ S വെച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ തയോസൈനേറ്റോ എന്ന് പറയും. N വെച്ചാണ് NCS എന്നായി മാറും, അപ്പോൾ അതിനെ ഐസോ തയോസൈനേറ്റോ എന്ന് പറയും. സോ ഇത് രണ്ടും 2 സൈഡും ഏതർ സൈഡും ഉപയോഗിക്കുന്നു ടു കോർഡിനേറ്റ് വിത്ത് ദ മെറ്റൽ. അതുകൊണ്ടാണ് അതിനെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. സോ ദീസ് അയോൺസ് ക്യാൻ കോർഡിനേറ്റ് എയ്തർ ത്രൂ നൈട്രജൻ ഓർ ത്രൂ ഓക്സിജൻ ടു എ സെൻട്രൽ മെറ്റൽ അയോൺ. സിമിലർലി SCN- അയോൺ ക്യാൻ കോർഡിനേറ്റ് ത്രൂ ദ സൾഫർ ഓർ നൈട്രജൻ ആറ്റം. അപ്പോൾ സൾഫർ വെച്ചും കോർഡിനേറ്റ് ചെയ്യാം, നൈട്രജൻ വെച്ചും കോർഡിനേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ 2 എണ്ണത്തിന് അല്ലെങ്കിൽ ഇത് രണ്ടും മനസ്സിലാക്കിയിരിക്കണം. NO2- ആൻഡ് SCN-. അത് രണ്ടും ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ദെൻ കംസ് കോർഡിനേഷൻ നമ്പർ. സോ കോർഡിനേഷൻ നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ കോർഡിനേഷൻ നമ്പർ ഇസ് ദ കോർഡിനേഷൻ നമ്പർ CN of a metal ion is a complex. In a complex can be defined as the number of ligand donor atoms to which the metal is directly bonded. അപ്പോൾ എത്ര ലിഗാൻഡ്സ് ആണ് മെറ്റൽ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത്രയേ ഉള്ളൂ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. എത്ര ലിഗാൻഡ്സ് ആണ് ഈ മെറ്റൽ അയോണിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് യൂണിഡെൻഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക്
അത്രയും നമ്പർ തന്നെ എഴുതാൻ പറ്റൂ. പക്ഷേ ഡൈഡൻറ്റേറ്റ് ആണെങ്കിൽ ആ നമ്പർ കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എത്ര ഡോണർ ആറ്റംസ് ഉണ്ടെന്നുള്ളത് നോക്കിയാണ് കോർഡിനേഷൻ നമ്പർ തീരുമാനിക്കുന്നത്. For example, in the complex ion PtCl6 and NiNH3 4. സോ അവിടെ കോർഡിനേഷൻ നമ്പർ, പ്ലാറ്റിനത്തിൻ്റെ കോർഡിനേഷൻ നമ്പർ, ആ മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. സോ മെറ്റലിൻ്റെ കോർഡിനേഷൻ, മെറ്റൽ ഈസ് പ്ലാറ്റിനം ഹിയർ. സോ പ്ലാറ്റിനം ആൻഡ് നിക്കൽ. സോ പ്ലാറ്റിനത്തിൻ്റെ കേസിൽ 6 Cl ആണ്. Cl എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോറൈഡ്, Cl- ആണ്. അതായത് യൂണിഡെൻറ്റേറ്റ് ആണ്. ഒരു സൈറ്റ് മാത്രമേ ഉള്ളൂ, അതിന് ഒരു ഡോണർ ആറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 6 എണ്ണം എന്ന് പറയുമ്പോൾ ആ 6 തന്നെയാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. ഇനി NH3യുടെ കേസ് NiNH3 അത് NH3 എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ. നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ 4 NH3 ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. സിമിലർലി ഇൻ ദ കോംപ്ലക്സ് അയോൺ FeC2O4 ത്രൈസ്. C2O4 നമ്മൾ നേരത്തെ കണ്ടു, ദറ്റ് ഈസ് ആൻ ഓക്സലേറ്റ് അയൺ. ഓക്സലേറ്റ് അയൺ എന്ന് പറയുമ്പോൾ C2O4 2- എന്നാണ് നമ്മൾ കണ്ടത്. ദറ്റ് ഈസ് എ ഡൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. അപ്പോൾ 3 ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ 3 × 2 അത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ ആ Fe എന്ന് പറയുന്ന മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6 ആണ്. ദെൻ COEN ത്രൈസ്. EN എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഡയമീൻ. ഓൾറെഡി നമ്മൾ കണ്ടു, എത്തിലീൻ ഡയമീനാണ് ഈതെയിൻ എന്ന് പറയുന്നത്. അതായത് ഓക്സലേറ്റിൻ്റെ കൂടെ കണ്ട ഈതെയിൻ 1,2-ഡയമീൻ, അതാണ് EN എന്നുള്ളത്. അപ്പോൾ അത് മുഴുവൻ ഈതെയിൻ 1,2-ഡയമീൻ എഴുതുന്നതിന് പകരം EN എന്ന് മാത്രമേ എഴുതാറുള്ളൂ. സോ EN ത്രൈസ് എന്ന് പറയുമ്പോൾ EN ഈസ് എ ഡൈഡൻറ്റേറ്റ് ലിഗാൻഡ്. 2 നൈട്രജൻ അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് 3 × അത്രയും 3 എണ്ണം ഉണ്ട്. സോ 3 × 2 അപ്പോൾ എത്രയാണ് കോർഡിനേഷൻ നമ്പർ? 6 ആണ്. സോ ഇൻ ബോത്ത് ദ കേസസ് Fe ആൻഡ് CO, അതായത് അയണും കൊബാൾട്ടും, ഇറ്റ് ഈസ് 6 ബിക്കോസ് ഓക്സലേറ്റ് ആൻഡ് EN എന്ന് പറഞ്ഞാൽ ഈതെയിൻ 1,2-ഡയമീൻ ആർ ഡൈഡെൻറ്റേറ്റ് ലിഗാൻഡ്സ്. സോ അവിടെ നമ്മൾ എത്ര ഡോണർ ആറ്റംസ് ഉണ്ടെന്നും കൂടെ നോക്കിയിട്ട് വേണം ടോട്ടൽ നമ്പർ ഓഫ് ലിഗാൻഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ. സോ എത്ര നമ്പർ ഓഫ് ലിഗാൻഡ്സ് ഉണ്ടെന്ന് നോക്കണം. അത് യൂണിഡെൻറ്റേറ്റ് ആണെങ്കിൽ ആ സെയിം നമ്പർ തന്നെ എഴുതാം. പക്ഷേ ഡൈഡെൻറ്റേറ്റ് ആണെങ്കിൽ × 2 എന്നൂടെ കൺസിഡർ ചെയ്യണം. സോ എത്ര ഡോണർ ആറ്റംസ് ലിഗാൻഡിനകത്തുണ്ട് മെറ്റലിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോർഡിനേഷൻ നമ്പർ എഴുതാൻ. സോ ദിസ് ഇസ് അബൌട്ട് കോർഡിനേഷൻ നമ്പർ.